ഇത് നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടും. ഒറ്റ സിമ്പിൾ, ഇത്ര സിമ്പിൾ ആയിട്ട് പൊട്ടിക്കല്ലേ. ഇത് കെനിയയിൽ നിന്നും വരുന്ന ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മക്കാഡാമിയയുടെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണിത്. ഗ്രാഫ്റ്റഡ് ആണല്ലേ? ഗ്രാഫ്റ്റഡ് ആണ്. ഇത് തിളർത്ത് തന്നെ ഉണ്ടോ ഇലകള്. അത്രയും ക്വാളിറ്റിയാണ് ഞങ്ങൾ കൊടുക്കണം തൈ. കണ്ടോ ഇതിന്റെ കായകളാണ് ഇത്. ഇതിന്റെ എത്ര നല്ല വലിപ്പാ കായ. കണ്ടോ ഇതാ കായകള്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ മക്കഡാമിയ തോട്ടത്തിലാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമൊന്നും നമ്മളെ കേരളത്തിൽ തന്നെ ചെയ്തു വരാത്തൊരു വെറൈറ്റി കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു വെറൈറ്റി എന്നും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ വീഡിയോയിലൂടെ കാണാം. ഹായ്, എൻ്റെ ഒരു ജോൺസൺ. അപ്പോൾ നമ്മുടെ മക്കഡാമിയാണ് നമ്മൾ ഇന്നത്തെ ഹൈലൈറ്റ്. അതെ അതെ, മക്കഡാമിയ. ഓക്കെ, എന്താണ് ഈ ഒരു വെറൈറ്റി എന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു. മക്കഡാമിയ എന്ന് പറഞ്ഞാൽ നട്ട്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പരിപ്പാണ്. അത് ഓക്കെ. അതായത് ഉദാഹരണം പറഞ്ഞു തരാം, നമ്മുടെ കശുവണ്ടി പരിപ്പ്, പിസ്ത, ബദാമൊക്കെ കഴിക്കണ പോലെ നമുക്കത് കഴിക്കാം. ഇത് ഉരുണ്ടിട്ട് ബോൾ പോലെയെന്ന് മാത്രം ഇതിന്റെ നട്ട്സ്. ഓക്കെ, ഒരുപാട് മിഥ്യാധാരണകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അതെ, കാരണം ഒരുപാട് നെഗറ്റീവും വന്നിട്ടുണ്ട്, കാരണം അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ട്. എന്താണ് ഈ ഒരു വെറൈറ്റി, ഇതിൽ ഒരുപാട് വെറൈറ്റികളുണ്ടോ, അതേപോലെ തന്നെ നമുക്കിത് എല്ലാം നമ്മളെ കാലാവസ്ഥയ്ക്ക് സൂട്ടബിൾ ആണോ, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ അറിയണം എന്നുണ്ട്. എന്തൊക്കെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിവരിച്ചു തരുമോ? നമ്മളിവിടെ ഇത് നട്ടിട്ടുള്ളത്, നമ്മളിത് 2 ഏക്കറിൽ നമ്മൾ 400 തൈയാണ് നമ്മളിപ്പോൾ ഇതിൽ നട്ടിട്ടുള്ളത്. ഇത് നമ്മൾ ആഫ്രിക്കൻ കെനിയയുടെ തൈയാണ്. ഇത് നമുക്ക് 5 വർഷം കൊണ്ട് ഇത് കായാവും. ഇതിനകത്ത് 5 വർഷം കൊണ്ട് ഷുവറായിട്ട് ഇത് കായാവും. ഓ, ഇതിനകത്ത് അത് നമ്മൾ എത്ര പ്രായമുള്ള തൈയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, അത് നട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1.5 വർഷം പ്രായമായിട്ടുള്ള തൈയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതൊരു 5 വർഷം കൊണ്ട് റിസൾട്ടിലേക്ക് എത്തും. അതായത് ഈ 5ാമത്തെ വർഷം തന്നെ നമുക്ക് റിസൾട്ട് കൊല കുത്തേണ്ടി വരുമോ, എങ്ങനെയാണത്? ഇല്ല, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 1 കിലോ 1.5 കിലോന്റെ ഉള്ളിലാണ് സ്റ്റാർട്ടിങ്ങിൽ ഇതിലും കായ ഉണ്ടാവുള്ളൂ. എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ അത് വർഷത്തില് 2 തവണ കായ്ക്കും. വർഷത്തിൽ 2 തവണ ഇത് സീസൺ ആയിട്ട് കിട്ടും ചെയ്യും. അത് ഏതൊക്കെ ടൈം? അത് നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക്, അതായത് നമ്മുടെ ഈ മഞ്ഞുകാലം കഴിഞ്ഞു വരുന്ന ടൈം ഫെബ്രുവരി സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റെയിനിന് മഴയ്ക്ക് മുന്നേ ആയിട്ട് പിന്നെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഒരു സീസൺ ആയിട്ട് 2 തവണ 6 മാസം കൂടുമ്പോൾ. ഇനിയിപ്പോ നമ്മുടെ കട്ടപ്പന നമുക്ക് കറക്റ്റ് ഇത് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇടുക്കിയിലൊക്കെ മരങ്ങളുണ്ട്, പക്ഷെ അത് ഓൾ ഓവർ സീസണിൽ കായാണ്. അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഇവിടെ കൂട്ടാൻ പറ്റില്ല. തൃശ്ശൂര്, മനസ്സിലായോ? തൃശ്ശൂര്, പാലക്കാട് ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് ഇതിന്റെ സീസൺ മാറിക്കൊണ്ടിരിക്കും. ടേസ്റ്റിൽ മാറ്റം വരുമോ? ടേസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റമുണ്ട്. ഏതാണ് ടേസ്റ്റ് കൂടുതൽ വരിക? ടേസ്റ്റ് കൂടുതൽ വരുന്നത് ഉഷ്ണമേഖല പ്രദേശത്ത് വെക്കുന്നതിനാണ്. കുറച്ച് ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വരും. ടേസ്റ്റ് അതിനാണ് കൂടുതൽ. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ ഈ നിക്കണ തൈന്റെ പ്രായപത്ര തന്നെ ഇതിപ്പോ നമുക്ക് 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ. ഇതിന് നമ്മൾ സാധാരണ നമ്മൾ പഴത്തൈകളൊക്കെ വെക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ ബാധിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇതിന് എഫക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇവിടെ അതിന് റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മൾ കൊടുത്തതിന് നമുക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളിപ്പോ ഏതാണ്ട് ഇത് സെയിൽ ചെയ്ത് തുടങ്ങിയിട്ട് എത്ര വർഷമായി? നമ്മളിപ്പോ മക്കാഡാമിയ ഇവിടെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 3 വർഷം ആയി. 3 വർഷത്തിന്റെ അടുത്തായി. 1 വർഷം മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ നമ്മുടെ ചാനലുണ്ട്. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ ഒക്കെ ആവശ്യകത എങ്ങനെയാണ് ഇതില്? ഈർപ്പം കുറച്ച് കിട്ടിയാൽ മതി. അപ്പൊ വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ ചെയ്യാം, പക്ഷെ വെള്ളം വേണം ഇതിന്. നമുക്ക് ഈർപ്പം കുറച്ച് കിട്ടിയാൽ മതി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വാഴകൾ ഇതിന്റെ ഉള്ളിൽ ഇടവേളയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടവേള നമുക്ക് വാഴ വെക്കാം, അതായത് കപ്പ നടാം, വാഴ വെക്കാം. പിന്നെ നമുക്ക് തെങ്ങ് കവുങ്ങിന്റെ ഇടയിൽ ഇത് വെക്കാം. ഏലക്കായ, മറ്റേ ഏലം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വെക്കാം. അങ്ങനെ ഒരുപാട് ഇടവേള കൂടി നമുക്ക് ചെയ്യാം. ഇടവേള ചെയ്യാം. ഇപ്പൊ ഇത് എത്ര ഏക്കറിലാണ് പറഞ്ഞത് സെറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മൾ 2 ഏക്കറിൽ 400 തൈ. 2 ഏക്കറിൽ 400 തൈ. നമുക്ക് ഓരോ അതായത് തൈകൾക്കിടയിലും എത്രയാണ് ഗ്യാപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത്? നമ്മൾ ആകെ 10 അടി ഡിസ്റ്റൻസ് ഉള്ളൂ. അതാണ്ടോ 10 അടി ഡിസ്റ്റൻസ്. 10 അടി ഡിസ്റ്റൻസിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇത് പറഞ്ഞു കഴിഞ്ഞാല് പല ഗ്രേഡ്, പല ക്വാളിറ്റിയിലുള്ള തൈകൾ, ചെടികളുടെ നട്ട്സുകളാണിത്. ഇത് പല ക്വാളിറ്റിയുള്ള നമുക്ക് ഈ ഒരു മേശപ്പുറത്തുണ്ടല്ലേ? അതെ, പല ക്വാളിറ്റി, പല ഗ്രേഡാണ് ഈ നട്ട്സിനൊക്കെ. ഓക്കെ, എങ്ങനെ ഒന്ന് പറഞ്ഞുതരുമോ? അതായത് ഞാൻ ഏറ്റവും ലോക്കൽ ഗ്രേഡ് ഞാൻ പറഞ്ഞുതരാം. ലോക്കൽ ഗ്രേഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പാണ് ഏറ്റവും കായ വരിക. ഇത് വളരെ ചെറുതായിരിക്കും ഇതിൻ്റെ കായ.
ഇതാണ് ലോക്കൽ ഗ്രേഡ് എന്ന് പറഞ്ഞത്. ഇതിന്റെ തൈക്കും വില കുറവാകൂല്ലേ? ഇതിന്റെ തൈക്ക് ഏറ്റവും ലോക്കൽ ഗ്രേഡ് ഇത് 12 വർഷം കൊണ്ടേ കായ്ക്കുള്ളൂ. 12 വർഷം കൊണ്ടേ കായ്ക്കുള്ളൂ? അതെ. ഓ, ഇതിന് റേറ്റ് കുറവാണ് ഇതിന്റെ ചെടിക്ക്. ഓക്കെ. ഇതാണ് ലോക്കൽ ഗ്രേഡ് പറഞ്ഞത്. പിന്നെ വരുന്നത് നമുക്ക് വരുന്നത് ഇത് 4th ഗ്രേഡ് എന്നാണ് ഇതിന് പറയാ. 4th ഗ്രേഡ്. 4th ഗ്രേഡ്. പിന്നെ വരുന്നതാണ് ഈ ടൈപ്പ്. കണ്ട, ഈ ടൈപ്പാണ് പിന്നെ വരുന്നത്. ഇതാകുമ്പോൾ നമുക്കൊരു 8 വർഷം 10 വർഷത്തിന്റെ ഉള്ളിലാണ് ഇത് കായ്ക്കുക. ഈ ടൈപ്പ് ഇത് ലോക്കൽ ബ്രീഡ് തന്നെയാണ്. ഇത് ലോക്കൽ തന്നെയാണ്. പക്ഷെ ആദ്യത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി സൈസ് കൂടിയതാണ്. പക്ഷെ ടൈം എടുക്കും. അപ്പൊ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ 8-10 വർഷത്തിന്റെ ഉള്ളിലാണ് ഈ ഇത് എടുക്കുക. മറ്റേത് ലോക്കൽ ബ്രീഡ് പറഞ്ഞ 12 വർഷം എടുക്കും. ഇതിന്റെ കായയുടെ വ്യത്യാസം കണ്ടോ? നമ്മളെപ്പോഴും നല്ല വിത്തിൽ മുളപ്പിച്ച തൈയാണ് വിൽക്കുക. ഞങ്ങളിവിടെ ക്വാളിറ്റിയുള്ള തൈകളാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ആഗ്രഹിക്കുക ഇന്ന് വെച്ച് നാളേക്ക് കഴിക്കണം. അത് നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളത് ഏതാ? അങ്ങനെയുള്ള തൈ നമ്മുടെ കയ്യിലുണ്ട്. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. മാർക്കറ്റില് നമുക്ക് വില കുറവിന്റെ തൈകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. പക്ഷെ കിട്ടുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഗുണങ്ങൾ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെക്സിക്കൻ വെറൈറ്റി. ഇത് മെക്സിക്കൻ വെറൈറ്റി പറഞ്ഞാൽ നമുക്കൊരു 8 വർഷം പിടിക്കും ഇത് കായ്ക്കാനായിട്ട്. 8 വർഷം പിടിക്കും അല്ലേ? 8 വർഷം പിടിക്കും. മെക്സിക്കൻ വെറൈറ്റിയുടെ വേറൊരു വകഭേദമാണത് ഈ ടൈപ്പ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ടോപ്പ്. ഇതാണ് ആഫ്രിക്കൻ കെനിയയുടെ നട്ട്സ് ആണത്. ഇതാണ് നമ്മളിപ്പോ തോട്ടത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഏറ്റവും ടോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ നട്ട്സ് ആണ്. ഇത് വലിയ നട്ട്സ് ആണ്. ഇതിന്റെ നട്ട്സ് ആണ്. എത്ര സമയം കൊണ്ട് കിട്ടും? ഇത് നമുക്ക് 5 വർഷം കൊണ്ട്, അതായത് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ 5 വർഷം കൊണ്ട് ഇത് കായ്ക്കും. 5 വർഷം കൊണ്ട് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കിട്ടും? 5 വർഷം കൊണ്ട് കായ്ക്കും. ഹൈബ്രിഡ് തൈകള് നമുക്ക് ഇതിനു മുമ്പ് കായ്ച്ചു കിട്ടൂലേ? ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുണ്ട്. എത്ര സമയം കൊണ്ടാ? 3 വർഷം കൊണ്ട് കായ്ക്കും. 3 വർഷം കൊണ്ട് കിട്ടും. അപ്പൊ പെട്ടെന്ന് കായ്ക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് എടുത്താലും മതി. അതെടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈ. ഓ, ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ നട്ട്സ്. നല്ല ഹാർഡായിട്ടുള്ള ഷെല്ലാണ് ഇത് തന്നെ. അപ്പൊ അത് പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, പൊട്ടിക്കാൻ ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നും നമുക്ക് കീയിട്ട് തുറക്കില്ല. അതാണ് നമ്മൾ അധികം കണ്ടിട്ടുള്ള മെത്തേഡ്. അതെ, ഈ നമുക്ക് അധികം തുറക്കണമെങ്കിൽ കീയിട്ട് തുറക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ട, ഇത് നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടും. ഒറ്റ സിമ്പിളായിട്ട് പൊട്ടിക്കല്ലേ? സിമ്പിളായിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പൊട്ടിക്കല്ലേ? ഇതാണ് ഇതിന്റെ സൈസ് വരുന്നല്ലേ? സൈസ് ഇത് വേറെ ബ്രീഡാ. ഇത് വേറെ സൈസാണ്. ഇത് ലോക്കൽ ബ്രീഡാണ്. ലോക്കൽ ബ്രീഡാണ് ഇത് വരുന്നല്ലേ? അപ്പൊ നമ്മളെ മക്കഡോമിയ നട്ട്സ് കേട്ടോ. ഇതിപ്പോ സാൾട്ട് ചെയ്താണോ അത്? അതെ, സാൾട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണല്ലേ? നല്ല അടിപൊളി കേട്ടോ. അപ്പൊ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഉപ്പില് മാത്രല്ലല്ലേ ചെയ്യാ? പെപ്പർ ഇട്ടിട്ടുള്ള ഐറ്റം ആണത്. പെപ്പർ സാൾട്ട് കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് വരുന്നത് നമുക്ക് വരുന്നത് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹണിയില് ഇതാണ് ഹണി. ഹണിയിലും നമുക്ക് ചെയ്യാം. അതുപോലെ ഇത് മഹുവ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ആണ്. നമ്മളിതൊക്കെ ഇപ്പൊ കണ്ടു. ഈ നട്ട്സിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനാണ് ഇത് സഹായിക്കുക. പിന്നെ പറഞ്ഞാൽ നമ്മുടെ എല്ലിൻ്റെ ബലങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. പേശിബലത്തിന് ഏറ്റവും നല്ലതാണ്. മെമ്മറി പവർ കൂട്ടാൻ ഇത് ഏറ്റവും നല്ലതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇത് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗുണം കൂടിയായിട്ട് പറയാം. കാരണം ഈ ലോക്കൽ ബ്രീഡിൽ മാത്രമാണ് നമുക്ക് ഈ എസൻസുകൾ കോട്ട് ചെയ്തിട്ടുള്ള നട്ട്സ് വരുന്നത്. ഒറിജിനൽ ബ്രീഡ് ഞാൻ പറഞ്ഞില്ലേ കെനിയയുടെ, അതിൽ നമുക്ക് എസൻസ് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റേതായിട്ടുള്ള ഒരു ഫ്ലേവർ അതിന് വരുന്നുണ്ട്. അതിനായിട്ട് ഫ്ലേവർ വരുന്നുണ്ട്. അത് നല്ല ടേസ്റ്റ് ആണ് തിന്നാൻ. ഇതാണ് നമ്മളെ കെനിയന്റെ എന്ന് പറഞ്ഞല്ലേ? കെനിയന്റെ ഏറ്റവും വലിയ സൈസ് വരുന്നത്. വലിയ സൈസ് കിങ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ കിങ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി. ഇത് അതായത് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി കൂടി. ഇതിന്റെ നട്ട്സ് ആണ് ഇത് വരുന്നത്. അതെ, അത് നമുക്ക് ഗ്രാഫ്റ്റിംഗും ഉണ്ട്, ഹൈബ്രിഡ് സീഡ്ലിംഗും അതായത് നമുക്ക് 3 വർഷം കൊണ്ട് കായ്ക്കണതും ഉണ്ട്, 5 വർഷം കൊണ്ട് കായ്ക്കണതും ഉണ്ട്. അപ്പൊ ആവശ്യക്കാർക്ക് എത്രയും പെട്ടെന്നാണോ വേണ്ടത് അത്രയും അനുസരിച്ചുള്ള തൈകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോ 8 വർഷം കൊണ്ട് 8 to 10 വർഷം കൊണ്ട് കായ്ക്കണോ അതുണ്ട്. ഇനി 12 വർഷം കൊണ്ട് കായ്ക്കണോ അതുണ്ട്. നമ്മുടെ നമ്മൾ എത്ര വെറൈറ്റീസ് ഇവിടെ ചെയ്യുന്നുണ്ട്?
ഇവിടെ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ആകെ നമ്മൾ ചെയ്യുന്നത് 2 വെറൈറ്റിയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ അത് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ അത്യാവശ്യക്കാർക്ക് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അറേഞ്ച് ചെയ്തു. അതെ. ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലേവറുകൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതെ. ഇതിപ്പോ ഏതായിരുന്നു? ഇത് ചില്ലിയിൽ ചെയ്താണല്ലോ. ഇത് നമ്മള് ചില്ലിയിൽ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടൊമാറ്റോ ചില്ലി ആണല്ലേ? ജസ്റ്റ് നമുക്കൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളിയാണ് സംഭവം. അപ്പൊ നമ്മൾ ഏതാണോ ഫ്ലേവർ കൊടുക്കുന്നത് അത് നന്നായിട്ട് ഇതിന് അതായത് നമുക്ക് ടേസ്റ്റ് കിട്ടും. അതാണ് ഫോക്കസ് ചെയ്ത് വരല്ലേ. ഇപ്പം നമ്മുടെ ഇതിനൊക്കെ സത്യം പറഞ്ഞ ഏതാ ഫ്ലേവർ തന്നെ? ഇതിന് പറഞ്ഞ ഒറിജിനൽ ബ്രീഡിന് ഫ്ലേവറിന്റെ ആവശ്യമില്ല. നമുക്ക് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ലേ മൂല്യവർദ്ധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കി വിൽക്കണം എന്ന് പറയില്ലേ, അങ്ങനെ വിൽക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ പെപ്പർ ഇടാം. അതായത് നമ്മളിപ്പോ കശുവണ്ടിയിലാണെങ്കിലും മുളകിട്ടതും ഉപ്പിട്ടതും കൊടുക്കും. അതുപോലെ തന്നെയാണ് അതേ സിസ്റ്റം തന്നെ ഇതിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെ. ഇത് നമുക്ക് പെപ്പർ ഇട്ട് ചില്ലി ചെയ്തിട്ടുണ്ടല്ലോ. അതെ. ഇത് പെപ്പർ ഇട്ടതാണ്. ഇത് പെപ്പർ ഇട്ടതാണ്. എനിക്ക് ടേസ്റ്റ് കുറച്ചുകൂടി തോന്നി പെപ്പർ ഇട്ടോ. പെപ്പർ 2 കഴിച്ചു. അതിൽ പെപ്പർ ഇട്ടത് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിട്ടോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആവും. അതെ. ഞാൻ ഈ കാണിച്ചു തരുന്നത് കൃഷിക്കാരന് ഇതുപോലെ മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റില് വിപണനം ചെയ്യാം. അതായത് ഈ സാധനം നട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടം വരില്ല. ഇതേ തിന്നാനുള്ള സാധനമാണിത്. ഇത് ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഉൾപ്പെടും. പായസം വരെ ഇതിലുണ്ടാക്കാം. നമ്മൾ കശുവണ്ടിയൊക്കെ എന്തിനു ഉപയോഗിക്കണേ അതുപോലെ തന്നെയാണ് ഈ സാധനം. അതുപോലെ തന്നെ ഈ സാധനം ഉപയോഗിക്കുക. ഇതിൽ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനാണ് ഇത് സഹായിക്കുന്നത്. ദോഷം വരില്ല. പിന്നെ നമ്മുടെ എല്ലിന്റെ ബലങ്ങൾക്കാണ്. എല്ല് തേയ്മാനം ഉള്ളവർക്കൊക്കെ നന്നായി ഇത് കഴിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെടി ഒരു വീട്ടിൽ വെക്കണം. ശരിക്കും പറഞ്ഞു അത്യാവശ്യമാണ്. അതുപോലെ നമുക്കിത് കൃഷി ചെയ്ത്, കാരണം ഇതിന് വില കൂടുതലാണ്. കാരണം വേൾഡിൽ തന്നെ ആകെ 12% കൃഷി ആയിട്ടുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃഷി ചെയ്യാനാണ് ഞാൻ ഈ പറയണത്. മനസ്സിലായോ? കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ കുറവാണ്. നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് വിറ്റഴിക്കാൻ പറ്റും. ഇത് എക്സ്പോർട്ടിങ് ചെയ്യാം. അപ്പൊ നമ്മള് ഇവിടെ ഇല്ലാത്ത ഒരു കൃഷിയാണ് നമ്മൾ ഇവിടുന്ന് തൈ എടുക്കുന്ന ഒരാൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യണ വരെയുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ കൊടുക്കും. അത് നമ്മൾ കൊടുക്കും. ഇനിയിപ്പോ നിങ്ങൾ കൃഷിയായിട്ട് ചെയ്യാന്ന് വെച്ചോ, ഒരു 5 ഏക്കറോ 10 ഏക്കറോ 1 ഏക്കറോ കൃഷിയാണ് ചെയ്യിച്ചോ, ഇനിയിപ്പോ കായ വേണമെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കും. അതിനുള്ള കായ നമ്മൾ തിരിച്ചെടുക്കും. ഇനി അതിന് ഏജൻസികളെ നിങ്ങൾക്ക് വിട്ടു തരണോ, അതും നമ്മൾ വിട്ടു തരും. ഇത് തിന്നാനുള്ള സാധനമാണ്. ഇത് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. അതിന്റെ കായ നിങ്ങൾക്ക് സെയിലിന് ആയി കഴിഞ്ഞാൽ, അതായത് ഇവര് പറയുന്ന രൂപത്തില് നിങ്ങൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ വരെ ഇവര് തയ്യാറാണ്. പിന്നെ അതിൽ കൂടുതൽ വേറൊന്നും ഇതിൽ പറയാനില്ല. ചോദിക്കണ്ടല്ലോ. ഹണി വരുന്നുണ്ടല്ലോ. ഇതാണ് ഹണി കേട്ടോ. ഹണിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ഹണി ഇതൊക്കെ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ഉള്ളതാണ്. ഇതൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. യൂസ് ചെയ്യല്ലേ? ശരീരത്തിലെ വെയിറ്റ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. സത്യം പറഞ്ഞാൽ 3 കഴിച്ചു. 3 ഒന്നിലൊന്ന് മെച്ചാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഡർ ഉള്ളത് എവിടേക്കാന്നറിയോ? ജിമ്മ് ചെയ്യുന്ന ആളുകളില്ലേ, ജിമ്മ് ചെയ്യുന്നവര്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രോട്ടീൻ പൗഡറിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പോകുന്നുണ്ട്. അതെ. ഇതിപ്പോ നമ്മളെ ഈ പാക്കിംഗ് ഒക്കെ കൊടുക്കാനുള്ള തന്നെയാണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കാനുള്ളതാണ്. ഇപ്പൊ ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞവർക്ക് ഇതേപോലെയുള്ള പാക്കിംഗ് സീൽഡ് പാക്കറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. ഇതുപോലെ ആക്കി കൊടുക്കും. ഇനി അതല്ല, ഇതിന്റെ പൊടിയായിട്ട് പ്രോട്ടീൻ പൗഡർ ആയിട്ടുണ്ട്. അതും കൊടുക്കും. അതും നമ്മൾ കൊടുക്കും. പൊടിയാക്കി കൊടുക്കും. ഇത് പ്രോട്ടീൻ റിച്ച് ആണ്. ഇത് നമ്മള് ഒന്നെങ്കിൽ മിൽക്കിൽ പല രൂപത്തിലുണ്ട്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഈ നട്ട്സ് വെറുതെ തിന്നാലും മതി. ഇത് വെറുതെ നല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ്. ഇപ്പൊ കഴിച്ചാല് നമുക്ക് ദോഷം ഇത് കഴിച്ചു നോക്ക്. ഇത് മഹുവ എന്ന് പറഞ്ഞിട്ടൊരു തേനിലിട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. മഹുവ അല്ലേ? ഇത് സൂപ്പർ ടേസ്റ്റ് ആണ്. ഇത് നല്ല മധുരം. ഇനി ആരെങ്കിലും ഇതേ ഫ്ലേവറുകൾ വേണമെന്നുണ്ട്, ഇത് ഇന്ത്യയിൽ ഞങ്ങളുടെ മാത്രമേ ഇതിന് സാധനം കിട്ടുള്ളൂ. ഈ മഹുവ ഫ്ലേവർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തമായിട്ട് ആക്കിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഇത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ
നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളത് അതുപോലെ ചെയ്തു തരും. നമുക്കിത് ചെറിയ ഇനി quantity ആരെങ്കിലും ഇനി കൂടുതൽ കൃഷിയായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ ബിസിനസ്സായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു ചെയ്തു കൊടുക്കും. നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു തൈ എടുക്കുമ്പോൾ ഒന്ന് കഴിക്കാനുള്ള ഇതുകൊണ്ട് ടേസ്റ്റും കൂടി അറിയണല്ലോ. ഇപ്പൊ ഞാൻ കഴിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടു, അപ്പൊ എന്തുകൊണ്ട് ഞാനിത് വാങ്ങാൻ പറയുന്നു എന്നുള്ളത് അവർ അറിയണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, വാങ്ങാൻ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു ഓഫറും കൂടി ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് അവർക്ക് വേണ്ടി നമുക്ക് നെറ്റ്സ് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഫ്രീ ആയിട്ട് കൊടുക്കാം. അത് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇവിടുന്ന് തൈകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് ഇവിടുന്ന് ചെടി മേടിക്കുന്നവർക്ക് നമ്മൾ നെറ്റ്സ് ഫ്രീ ആയിട്ട് കൊടുക്കും. സാമ്പിൾ കൊടുക്കാം. സാമ്പിൾ കൊടുക്കും. അത് കൊറിയർ ആണെങ്കിലും കൊടുക്കാം. അത് കൊറിയറായി കൊടുക്കും.